ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വർഗവെറിയുടെ വിഷം കുത്തിവെക്കുന്ന സാഹിത്യമാണ് വേടൻ്റെ സംഗീതത്തിലുള്ളതെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ.ആർ. മധു. സനാതനധർമ്മത്തിൽ സവർണനും അവർണനും ഇല്ല. രാജ്യത്തിൻ്റെ ഐക്യത്തെ ചില ട്രെൻഡുകളിൽ കുടുക്കി തകർക്കുന്ന നിഗൂഢ ശക്തികളാണ് വേടൻ്റെ പിന്നിലെന്നും എൻ.ആർ. മധു പറഞ്ഞു. പൊതു സമൂഹത്തെ ചില ട്രെൻഡുകളിൽ കുടുക്കി ആൾക്കൂട്ടത്തിൻ്റെ തീരുമാനങ്ങളാണ് ശരിയെന്ന് വരുത്തുന്ന ചില ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ശക്തികൾ വേടൻ്റെ പാട്ടുകൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം കിഴക്കേക്കലട പുതിയിടത്ത് ശ്രീപാർവതി ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗത്തിൽ വേടന്റെ സംഗീതത്തിന്റെ ഉള്ളടക്കത്തെ ഡോക്ടർ എൻ.ആർ. മധു വിമർശിച്ചിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് വിമർശനം ആരംഭിച്ചപ്പോഴാണ് നിലപാടിൽ മാറ്റമില്ലെന്ന് എൻ.ആർ. മധു ആവർത്തിക്കുന്നത്. നൂറ്റാണ്ടിന് ചേരാത്ത ജാതിവാദമാണ് വേടർ ഉയർത്തുന്നത്. അതിനു പിന്നിൽ ചില നിഗൂഢ ശക്തികളുണ്ട്. നവോത്ഥാന നായകർ പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതീയതയെ ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അയാൾ ഉയർത്തുന്ന ജാതിവാദത്തെ ഈ നൂറ്റാണ്ടിന് നിരക്കാത്ത ജാതിവാദമാണത്. ഈ സനാതനധർമ്മത്തിൽ അവർണനും സവർണനുമില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വെറിയുടെ വർഗവെറിയുടെ വിഷം കുത്തിവയ്ക്കുന്ന സാഹിത്യമാണ് വേടൻ്റെ സംഗീതത്തിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. വേടൻ്റെ പ്രേക്ഷകരായി മാറുന്ന യുവാക്കൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ജാതിബോധവും വർണ്ണവെറിയും വർഗീയ ബോധവും ഒക്കെ കുത്തിവയ്ക്കുന്ന പാട്ടുകൾ അത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. വേടന്റെ സംഗീതം രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതും വിഭാഗീയത വളർത്തുന്നതുമാണ്. പലസ്തീനെ കുറിച്ച് പാടുന്ന വേടൻ പെഹൽഗാമിനെ കുറിച്ച് പാടുന്നില്ല. അത് വേടന്റെയോ വേടന് പിന്നിലുള്ളവരുടെയോ രാഷ്ട്രീയമാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഭീകരവാദത്തെക്കുറിച്ച് പാടുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രം പഹൽഗാമിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പാടുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? പാലസ്തീനെ കുറിച്ച് വേടന് അഭിപ്രായമുണ്ടല്ലോ. അപ്പൊ പാലസ്തീനെ കുറിച്ച് പാടുന്നവൻ എന്തുകൊണ്ട് ഈ നാടിനെ കുറിച്ച് പാടുന്നില്ല? അത് വേടന്റെ രാഷ്ട്രീയമാവാം, വേടന്റെ പിന്നിലുള്ളവരുടെ രാഷ്ട്രീയമാകാം. ഇത് വളരെ ആസൂത്രിതമായി ഭാരതീയ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ വിഘടനവാദവും വിഭജനവാദവും സവർണ അവർണ വേർതിരിവുകളും ഉണ്ടാക്കാനുള്ള നിഗൂഢമായ ചില ശക്തികളുടെ പദ്ധതിയാണ്. തനിക്ക് വേടനോട് വിയോജിപ്പില്ലെന്നും വേടന്റെ നിഗൂഢ രാഷ്ട്രീയ താല്പര്യത്തിനോടാണ് വിയോജിപ്പെന്നും എൻ.ആർ. മധു വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.